ഇപ്പോൾ എറണാകുളത്ത് 10 സെൻറ്റ് സ്ഥലം മേടിക്കുന്ന എത്ര രൂപയാവും? അന്നല്ല ഇന്നും. എവിടെയെങ്കിലും കാക്കനാട് എനിക്ക് തോന്നുന്ന ഒരു സെൻറ്റിന് ഒരു 5 ലക്ഷം രൂപ കൊടുക്കാതെ പ്രധാന റോഡിൻ്റെ സൈഡിലൊന്നും കിട്ടില്ല. ഇല്ലേ? അപ്പോൾ 1 കോടി രൂപയ്ക്ക് എത്ര സെൻറ്റ് സ്ഥലം കിട്ടും? 4 സെൻറ്റ് സ്ഥലം. ഞാൻ 4 സെൻറ്റ് സ്ഥലം മേടിക്കുന്നതായിരുന്നോ സ്പേസിൽ പോകുന്നതായിരുന്നോ ചരിത്രപരമായ ബുദ്ധി? അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചിരുത്താൻ ഏതായിരുന്നു കൂടുതൽ ശരിയായ തീരുമാനം? അത്രേ ഉള്ളൂ ഇതിനകത്ത്. എനിക്ക് വേണേൽ 4 സെൻറ്റ് സ്ഥലം മേടിക്കായിരുന്നു, അല്ലെങ്കിൽ സ്പേസിൽ പോവുകയും ചെയ്യാമായിരുന്നു. 2 ഓപ്ഷൻ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അതിൽ ഞാൻ 2ാമത്തെ ഓപ്ഷൻ എടുത്തു. അത്രേ ഉള്ളൂ വ്യത്യാസം. ആഗ്രഹിച്ചതല്ല, അങ്ങനെ ആയിപ്പോയതാ. ഇല്ല, ഞാൻ ഒരിക്കലും ക്രൗഡിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് ഒന്നും എൻ്റെ പേഴ്സണാലിറ്റിയോ എൻ്റെ ആത്മവിശ്വാസമോ ഒന്നും അതിന് പറ്റുന്നതായിരുന്നില്ല. ഞാൻ എപ്പോഴും ഒളിച്ചു നിൽക്കാൻ ഇഷ്ടപ്പെട്ട ആളാണ്. ഒളിച്ചിരുന്നത് ഞാൻ തിരഞ്ഞെടുത്ത പ്രൊഫഷൻ പോലും ടെലിവിഷനോ സിനിമയോ അതിൻ്റെ ഡയറക്ഷനാണ്. എന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുക എന്നുള്ള എൻ്റെ ധൈര്യം, ആ ഒരു ഉദ്ദേശത്തിൽ മാത്രം അത് തിരഞ്ഞെടുത്തത്. കാരണം എനിക്കൊരു സ്റ്റേജിൽ കയറാൻ പോലും പേടിയായിരുന്ന ഒരു കാലമുണ്ട്. 10 പേരോട് സംസാരിക്കാൻ ഭയമായിരുന്ന കാലമുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പ്രസംഗത്തിന് വിടുന്നത് എൻ്റെ അമ്മയൊക്കെ ഉന്തിത്തള്ളി. അമ്മ അധ്യാപികയായിരുന്നുകൊണ്ട് ഞാൻ പഠിക്കുന്ന സ്കൂളിലെ തന്നെ അധ്യാപികയാണ്. അപ്പോൾ ഏത് പ്രസംഗ മത്സരത്തിനും എൻ്റെ പേര് എടുത്തും കൊടുക്കും നമ്മളറിയാതെ. പിന്നെ നമ്മുടെ ഒരു യുദ്ധമാണ് ഇതൊന്ന് പഠിച്ച് എങ്ങനെയൊന്ന് പലപ്പോഴും പകുതിക്ക് വെച്ച് നിർത്തിയൊക്കെ ഇറങ്ങിപ്പോരും പ്രസംഗത്തിൽ നിന്ന്. പക്ഷേ എങ്കിലും അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരു തുടക്കമായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെന്ന് ഒരിക്കലും, പക്ഷെ ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കണമെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു കാര്യം ചെയ്താൽ മറ്റാരും ചെയ്യാത്തതായിരിക്കണം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ടെലിവിഷൻ ചാനൽ ആരംഭിച്ചാലും എനിക്ക് വേണേൽ സീരിയലൊക്കെ ഉള്ളൊരു TV ചാനൽ തുടങ്ങാമായിരുന്നു കേരളത്തിൽ. അപ്പോൾ ഞാൻ ഈ ചാനലിൻ്റെ പ്ലാനിങ് നേരത്തെ തന്നെ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മനസ്സിൽ ടെലിവിഷൻ ചാനൽ ഉണ്ടായ കാലം മുതൽ ഇതിലെ പ്രോഗ്രാമുകൾ ഞാൻ ഡയറിക്കകത്ത് എഴുതിയിട്ടിരിക്കുന്നതാണ്. ഇന്നതായിരിക്കും എൻ്റെ പരിപാടികൾ, അതിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയായിരിക്കും ഇങ്ങനെ. അപ്പോൾ എനിക്ക് ഈ ടെലിവിഷൻ്റെ എല്ലാ മേഖലയിലും പണിയെടുത്ത് ആ പരിചയമുണ്ട്. ക്യാമറാമാനാണ് ഞാൻ. സഞ്ചാരം ചെയ്യുമ്പോൾ ക്യാമറാമാനും എഡിറ്ററും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ എല്ലാ പണി അറിയുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കൃത്യമായ ധാരണയുണ്ട് എൻ്റെ ചാനലിലെ പരിപാടികൾ എന്തായിരിക്കണമെന്ന്. അത് പക്ഷേ എൻ്റെ സ്റ്റാഫിനെയൊക്കെ, എൻ്റെ ഒരു ടീമിനെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ ആശയങ്ങൾ പറഞ്ഞു, പക്ഷേ വേറെ ഏതെങ്കിലും ഒരു ചാനൽ ലോകത്തുള്ളതാണെങ്കിൽ നമ്മളത് എടുക്കില്ല. ഇപ്പോൾ ചരിത്രമെന്നിലൂടെ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഒരു പരിപാടി, അതൊക്കെ അന്നാരും ആദ്യം ഈ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ചരിത്രമെന്നിലൂടെ പരിപാടി ഒരാളിരുന്നിട്ട് ഇങ്ങനെ കഥ പറയുകയാണ്. അപ്പോൾ എന്നെ പല ജേർണലിസ്റ്റുകൾ, എൻ്റെ സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകർ വിളിച്ചിട്ട്, അന്ന് മാമുക്കോയാണ് ആദ്യം ഈ ചരിത്രമെന്നിലൂടെയിൽ വരുന്നത്. അപ്പോൾ ഇയാൾ എല്ലാ ദിവസവും ഒരു കഥയുടെ ബാക്കി പറയുന്ന 1/2 മണിക്കൂർ വീതം പറയുന്നതാണ് ഈ ചരിത്രമെന്നിലൂടെ. ജീവിതകഥ മുഴുവൻ പറയുക 10-20 എപ്പിസോഡിൽ. അത് നിങ്ങളുടെ പരിപാടി ഈ മാമുക്കോയ മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ടിട്ടും അങ്ങനെ വ്യത്യാസം മനസ്സിലായില്ല. അപ്പോൾ ഒത്തിരി പേരെന്നെ പരിഹസിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ചോദിക്കാൻ ഒരാളോടില്ലാതെ എന്താ അഭിമുഖ പരിപാടി, അല്ലെങ്കിൽ 1/2 മണിക്കൂർ കൂടുതൽ ഇതൊക്കെ ആരെങ്കിലും കാണുമോ? ആ സാധനം ഇപ്പം 30-40 എപ്പിസോഡിൽ ഒരാളുടെ ജീവിതകഥ പറയുന്ന പരിപാടികളായി മാറി. അതുപോലെ ഓരോ പരിപാടി, സഞ്ചാരം അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നൊരു പരിപാടിയാണ്. നമ്മൾ അതിനു മുമ്പ് അങ്ങനെ ഒരു മാതൃകയില്ല. ചരിത്രമെന്നിലൂടെ അങ്ങനെ ഒരു പരിപാടിയാണ്. ഹിസ്റ്റോറി എന്ന് പറഞ്ഞ പരിപാടി അങ്ങനെ തന്നെ കൊണ്ടുവന്നതാണ്. സഫാരിയിലെ എല്ലാ പരിപാടിയും, ലൊക്കേഷൻ ഹണ്ട് എന്ന് പറഞ്ഞൊരു പരിപാടി, സിനിമയെ സംബന്ധിച്ച പരിപാടി പോലും നമ്മൾ എടുക്കുമ്പോൾ സിനിമയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ നടത്തിയ യാത്രകളായിരിക്കണം അതിൻ്റെ വിഷയം നമ്മൾ തീരുമാനിച്ചു. ഇപ്പോൾ ഒരു സിനിമ സഫാരിയിൽ കാണിക്കണമെങ്കിൽ അത് ട്രാവൽ മൂവിയേ പാടുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചു. കാരണം സഫാരി ഒരു എക്സ്പ്ലോറേഷൻ ചാനലാണ്. അതിനകത്ത് സിനിമ തിരഞ്ഞെടുക്കുന്നത് ഒന്നെങ്കിൽ ഹിസ്റ്ററിയെ ബേസ് ചെയ്തായിരിക്കണം, അല്ലെങ്കിൽ ട്രാവലിനെ ബേസ് ചെയ്തായിരിക്കണം. അപ്പോൾ എല്ലാത്തിനും നമ്മളുടേതായ ഒരു മാനദണ്ഡം നമ്മൾ കൊണ്ടുവരിക ചെയ്തത്. താങ്കൾ ഒരുപാട് യാത്രകൾ നടത്തുന്നുണ്ടല്ലോ. അപ്പൊ ഈ യാത്രകളിൽ ഒരു സഞ്ചാരിയുടെ മനസ്സോടുകൂടിയാണോ യാത്ര, അതൊരു ഒരു മീഡിയ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ്റെ മനസ്സോടുകൂടിയാണോ യാത്ര ചെയ്യുന്നത്? ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഈ പരിപാടി തുടരുന്നത്. കാരണം സഞ്ചാരി മാത്രമായാൽ സാധിക്കില്ല. ഇപ്പോൾ സഞ്ചാരി മാത്രമാണെങ്കിൽ ഞാൻ ചിലപ്പം എനിക്കൊരു ഷെഡ്യൂളൊന്നും ഉണ്ടല്ലാതെ ഞാൻ യാത്ര ചെയ്യും. മനസ്സിലായി? ഇപ്പോൾ ഞാൻ ഹിമാലയത്തിലേക്ക് പോയാൽ, ഇപ്പോൾ എനിക്ക് അവിടെ ചെന്ന് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അവിടെ അങ്ങ് കൂടും. ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് വെക്കും. മറ്റേതല്ല, ഞാൻ കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ഋഷികേശിൽ ഇത്ര മുതൽ ഇത്ര സമയം വരെ അവിടെ ഇന്ന സ്ഥലങ്ങൾ കവർ ചെയ്യും. കഴിഞ്ഞ് വൈകിട്ട് ഇത്ര മണിക്കുള്ള വണ്ടിക്ക് ബദ്രീനാഥിലേക്ക് പോകും. ജോഷിമഠിൽ പോയി അവിടെ സ്റ്റേ ചെയ്യും. കൃത്യമായ പ്ലാനിങ്ങാണ്. അതിൻ്റെ ബഡ്ജറ്റും ഉണ്ട് എനിക്ക്. ജോഷിമഠിൽ താമസിക്കുന്നതാണ് ബദ്രീനാഥിൽ താമസിക്കുന്നതിലും കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ളതുകൊണ്ടായിരിക്കും ഞാൻ ജോഷിമഠിൽ താമസിക്കാൻ തീരുമാനിക്കുന്നത്. എന്നിട്ട് ഏർലി മോർണിംഗിൽ അവിടുന്ന് കോൺവോയ് ആയിട്ട് വണ്ടി പോകുന്നുണ്ട്. ഇത് ഞാൻ പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഒരു ബിസിനസ്സുകാരനുണ്ട്, ഒരു പ്ലാനറുണ്ട്, ഒരു ട്രാവലറുണ്ട്, ഒരു മീഡിയ പ്രൊഫഷണലുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നത് കൊണ്ടാണ് സഫാരി എന്ന ചാനൽ, സഞ്ചാരം എന്ന പരിപാടിയും ഈ 25 കൊല്ലം കഴിഞ്ഞിട്ടും നിലനിൽക്കുന്നത്. ഈ സഫാരി അല്ലെങ്കിൽ സഞ്ചാരിയെ മാറ്റി നിർത്തിയിട്ട് ഒരു യാത്ര പോകാൻ തോന്നിയിട്ടുണ്ടോ?
ഫ്രീ ആയിട്ട് വേറെ ഒന്നും അങ്ങനെ തോന്നാറുണ്ടെങ്കിലും പക്ഷേ ഒരു പ്രശ്നം എന്താ അറിയോ, എനിക്ക് ആ യാത്ര ആസ്വദിക്കാൻ ഇപ്പോൾ പറ്റാറില്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾ ജേർണലിസ്റ്റുകൾ ഒരു സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു 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 സംഭവം ഉണ്ടായാൽ നിങ്ങളുടെ ജേർണലിസ്റ്റ് അപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങും ഇല്ലേ? നിങ്ങൾക്ക് വെറും കാഴ്ചക്കാരനായിട്ട് ചിലപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ അപ്പോഴേ ഫോൺ എടുത്തുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വിളിക്കും. ഇതേ പ്രശ്നം എനിക്കുണ്ട്. ഒരു നല്ല കാഴ്ചയിലേക്ക് എത്തുമ്പോൾ എനിക്കിത് ഷൂട്ട് ചെയ്യാത്ത എൻ്റെ അസ്വസ്ഥതയായിരിക്കും. പിന്നെ എനിക്ക് എൻ്റെ ഫാമിലിയൊക്കെ അത് ആസ്വദിക്കും, പക്ഷേ എനിക്കത് ആസ്വദിക്കാൻ പറ്റില്ല. എവിടെ ക്യാമറ ഇവിടെ കൈ വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോഴും ഞാൻ ക്യാമറയായിട്ടേ പോകാറുള്ളൂ. കാരണം എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ പോയി കവർ ചെയ്തൊരു സ്ഥലമാണെങ്കിൽ വീണ്ടും ഞാൻ കൈവീശി പോവും. സഞ്ചാരത്തെയും യാത്രകളെയും കുറിച്ചുള്ള താങ്കളെ കുറിച്ചുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസം അത് തന്നെയാണ്. താങ്കളുടെ സഞ്ചാരിയല്ല, ഒരു പക്ക മറ്റേ എന്താ മീഡിയ മാൻ ആണ്. താങ്കൾ ഈ പറഞ്ഞ 10 മുതൽ 10:40 വരെ ഞാൻ കേസിൽ നിൽക്കും, അതിനിടയിൽ ഞാൻ ഇത്ര വിഷ്വൽസ് എടുക്കും, ഇത്ര റഷസ് എടുക്കും. ഒരു പ്യുവർ സഞ്ചാരിയുടെ ഒരു മനസ്സോടെ. ഞാനൊരു സഞ്ചാരിയായിരുന്നു, നിങ്ങൾ എന്നെ അറിയില്ലായിരുന്നു. സഫാരി എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടാവില്ലായിരുന്നു. സഞ്ചാരം എന്ന് പറഞ്ഞൊരു പരിപാടി തന്നെ ഉണ്ടാവണമെന്നില്ല. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ടെലിവിഷൻ ചാനലാണല്ലോ നമ്മുടെ ഏക സാധ്യത. അത് കൊമേഴ്ഷ്യലി ഫീസിബിൾ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ആവശ്യപ്പെടുന്ന രീതിയിൽ ഇത് കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഔട്ടാണ്. ആഡ് റവന്യൂ ഇല്ലാതെ ഇങ്ങനെ ഒരു സാധനം തുടങ്ങാന്നുള്ള ഒരു താങ്കളുടെ ഒരു ഐഡിയ എങ്ങനെയാണ് വരുന്നത്? കാരണം അതൊരു വളരെ നോവലെന്ന് മാത്രമല്ല, അതൊരു എടുത്തുചാട്ടം, ഒരു സൂയിസൈഡ് സംഭവമാണ്. ഒട്ടും ആഡ് റവന്യൂ ഇല്ലാതെ ഒരു പരിപാടി കാണിക്കുക, അതും എത്ര 10 വർഷത്തോളം അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിന്റെ ഒരു പ്രചോദനം അതൊരു അന്നൊരു വിഹിതമായിട്ട് കാണിച്ചതാണോ അതോ? അല്ല, അതിൽ നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നല്ലൊരു ഫോട്ടോഗ്രാഫറുണ്ട്. അങ്ങ് ഒരു കല്യാണത്തെക്കുറിച്ച് നിശ്ചയിക്കുമ്പോൾ അങ്ങേക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും. അതിൽ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും കൂടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു 1 ലക്ഷം രൂപയൊക്കെ ചിലവ് വരുമെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ വരുന്നുണ്ടാവും അല്ലേ? എന്നാൽ ഇദ്ദേഹം ഈ ക്യാമറയും കൊണ്ട് വന്ന് ഇദ്ദേഹം ഇതെടുത്താൽ ഇദ്ദേഹത്തിന് എത്ര ചിലവുണ്ട്? കുറവെന്നല്ല, ഒന്നുമില്ലല്ലോ. ആ ക്യാമറ ഓൾറെഡി ഉണ്ട് കയ്യിൽ. ഇതായിരുന്നു ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ ധൈര്യം. സർവ്വ പണി എനിക്കറിയാം. സഞ്ചാരം ആഴ്ചയിലൊന്ന് കൊടുക്കുന്നത് എല്ലാ ദിവസവും ആക്കേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. അതുകൂട്ട് ഒരു 5 എണ്ണം കൂടെ ഉണ്ടാക്കണം, അല്ലെ 10 പ്രോഗ്രാം കൂടെ ഉണ്ടാക്കണം. അതെങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ടും. ഇപ്പോൾ ചരിത്രമെന്നിലൂടെ ഞാനൊരു രഹസ്യം പറയാം. ചരിത്രമെന്നിലൂടെ എന്നാ എൻ്റെ പരിപാടി. നിങ്ങൾ വന്നിരുന്ന് നിങ്ങളുടെ കഥയായി പറയുന്നേ, അതിന് എനിക്ക് വേറെ ചിലവൊന്നുമില്ല. എൻ്റെ ഈ ക്യാമറ ഓൾറെഡി ഉണ്ട്, എൻ്റെ കെട്ടിടം അവിടെ തന്നെ ഉണ്ട് ഓൾറെഡി. ഞാനത് ഓൺ ചെയ്ത് വെക്കുന്നു ക്യാമറ, നിങ്ങൾ നിങ്ങളുടെ കഥ പറയുന്നു. പോകുമ്പോൾ നല്ലൊരു ചായയൊക്കെ കൊടുത്ത് വിടും, ചിലപ്പോൾ വണ്ടിക്കൂലി കൂടെ കൊടുക്കും. വണ്ടി ഉള്ളവർ, കഥ പറയാൻ താല്പര്യമുള്ളവർ വണ്ടിയായിട്ട് സ്വയം വരും. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ കയ്യിലുള്ള പണത്തെ വെച്ചിട്ട് ചാനൽ ഉണ്ടാക്കുന്നതും ചാനലിന് വേണ്ടി പണം ഉണ്ടാക്കുന്നതും രണ്ടും രണ്ടാ. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊണ്ട് എങ്ങനെ ഒരു ചാനൽ നടത്താമെന്ന് പഠിച്ചിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. അത്രേ ഉള്ളൂ വ്യത്യാസം. അല്ല അല്ല ഞാനതൊരു ബിസിനസ് അല്ല തുടങ്ങിയത്. അതാണ്, ഞാനതിന് ലാഭം ഉണ്ടാക്കുന്നില്ല. ഉണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് എനിക്ക് മറ്റ് പല കാര്യത്തിൽ, ഉദാഹരണത്തിന് ഞാൻ ഉണ്ടാക്കുന്ന പ്രോഗ്രാംസ് എല്ലാം ഞാൻ വിൽക്കുന്നുണ്ട്. എല്ലാ പരിപാടിയും വിൽക്കുന്നുണ്ട്. ചരിത്രത്തിലൂടെയല്ല, ബാക്കി പരിപാടി. ഇപ്പോൾ സഞ്ചാരം വിൽക്കുന്നുണ്ട്, സഞ്ചാരിയുടെ ഡയർ ഗ്രൂപ്പ് എൻ്റെ പരിപാടി വിൽക്കുന്നുണ്ട്. അത് പെൻഡ്രൈവുകളും ഡൗൺലോഡ് സാധനങ്ങളും ഒക്കെ ആയിട്ട് 10-20 ആളുകൾ അതിൻ്റെ പിന്നിൽ ടെലിമാർക്കറ്റിംഗ് ഡിവിഷനിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും പണിയുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അത്രയും വിൽക്കുന്നുണ്ട് ആ സാധനം. അതൊരു നല്ലൊരു ബിസിനസ്. ജസ്റ്റ് ഷൂട്ട് ചെയ്യാണ്, റാൻഡമായിട്ട് ഷൂട്ട് ചെയ്യാണ്. ഇതിന് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ആളോട് താങ്കൾ തന്നെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറായി കൊടുക്കുകയാണോ ചെയ്യുന്നത്, അതോ അദ്ദേഹത്തിനോട് എങ്ങനെ സിറ്റുവേഷൻ വിവരിക്കും? അല്ല, ഇതെല്ലാം പ്രൊഫഷണലായിട്ട് എന്താണ്, വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് വർക്ക് നടക്കുന്നത്. ഞാൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് പഠിക്കും പോകേണ്ട സ്ഥലത്ത് എന്തൊക്കെ കാണണമെന്ന്. അതുകൊണ്ടാണ് അത് സമഗ്രമാകുന്നത്. അതുകൊണ്ടാണ് ആളുകൾ കാശ് കൊടുത്ത് മേടിക്കുന്നത്. സഞ്ചാരം ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിറ്റിട്ടുണ്ടാകാവുന്ന വീഡിയോ പ്രോഗ്രാം സഞ്ചാരമാണ്. CDs ഉണ്ടായിരുന്ന കാലത്ത് CD, DVD ഉണ്ടായിരുന്ന കാലത്ത് DVD, പെൻഡ്രൈവ് ആയപ്പോൾ പെൻഡ്രൈവ്, ഇപ്പോൾ ഡൗൺലോഡ് ആയപ്പോൾ ഡൗൺലോഡ്. ഇന്നും ഇങ്ങ് വരുന്ന വഴിക്ക് ഞാൻ വണ്ടിയിൽ ഇങ്ങ് പോരുമ്പോൾ എനിക്ക് വന്ന മെസ്സേജ് എൻ്റെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, സഞ്ചാരത്തിൻ്റെ ഏതൊക്കെയോ രാജ്യങ്ങളുടെ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകാൻ ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ സാർ, ഇന്ന് പർച്ചേസ് ഓർഡർ സാറിന് സൈൻ ചെയ്യാൻ മറന്നുപോയി, അതൊന്ന് ഒരു ഡിജിറ്റലി ഒന്ന് അപ്രൂവ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇന്നിടത്ത് ബോംബെയിലാണ് ഇതിൻ്റെ എല്ലാം ഇതെടുക്കുന്നത്, അത് വരാൻ ഇത്ര സമയം എടുക്കും. അപ്പോൾ തന്നെ ഞാൻ കൊടുത്തു. അതായത് എല്ലാ ദിവസവും ഈ പറഞ്ഞ കസ്റ്റമേഴ്സ് വിളിക്കുകയും, ഈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ 3000 രൂപയുടെയോ 4000 രൂപയുടെയോ സെറ്റുകൾ കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ആളുകൾ നമ്മളൊരു സാധാരണ TV കാണുന്ന പത്രം വായിച്ച് ജീവിക്കുന്ന ആളെ കരുതരുത്. കേരളത്തിലെ ഏറ്റവും മിടുക്കന്മാരായ
ഡോക്ടേഴ്സ് എത്ര പേരുണ്ടെന്നറിയോ? അവർക്ക് സമയമുള്ളപ്പോൾ ഇട്ട് ഇത് കാണണം, ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്തല്ലാതെ എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, എഞ്ചിനീയർമാർ, ആർക്കിടെക്റ്റുകാർ, പ്രൊഫസർമാർ, കോളേജുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെ ഞങ്ങളുടെ ഒരു ഡേറ്റാബേസിൽ ഒരു 20,000 ആളുകളുണ്ട്. ഞങ്ങൾ ഏത് പ്രോഡക്റ്റ് ഇറക്കിയാലും വാങ്ങുന്ന റെഗുലർ കസ്റ്റമേഴ്സ്. ഇത് ഇറങ്ങിയെന്ന് അറിഞ്ഞാൽ മതി, അവരപ്പോൾ തന്നെ ആവശ്യപ്പെടും. അപ്പം ഇങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയെ നമ്മളുണ്ടാക്കി. ഈ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതിൽ പരസ്യമില്ലാത്തൊരു ചാനൽ എന്നുള്ളതും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതും ഒക്കെ പ്രധാനമായ കാര്യമല്ലേ? അപ്പം ഞാനീ പറഞ്ഞത്, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് വിഡ്ഢിത്തമായിട്ട് തോന്നുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പം ഇത്രയും വർഷത്തെ നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഇപ്പോൾ ചിലരൊക്കെ വാങ്ങുന്നത് ഈ ചാനൽ നിന്ന് പോകരുതെന്ന് ഉദ്ദേശിച്ച് വാങ്ങുന്നവരും കാണും. ഒത്തിരി പേരുണ്ട് എൻ്റെ അടുത്ത്. ഞാനിത് മുഴുവൻ കാണുമായിട്ടൊന്നുമല്ല, പക്ഷേ സഫാരിക്ക് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ എല്ലാ വർഷവും ഇറങ്ങുന്ന ഓരോ പെൻഡ്രൈവ് വാങ്ങലാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പം കേരള സമൂഹത്തിൽ നമ്മൾ കരുതുന്നതിനേക്കാൾ ഇത്തരം കാര്യങ്ങളൊക്കെ അഫോർഡബിളായ ധാരാളം ആളുകളുണ്ട്. ഇവിടെ എത്ര മെഴ്സറസ് ബെൻസ് ഒരു വർഷം ഇറങ്ങുന്നു കണക്കെടുത്ത് നോക്കൂ. BMW എത്ര ഇറങ്ങുന്നുണ്ടെന്ന് നോക്കൂ. 50 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള കാറുകൾ എത്ര ഇറങ്ങുന്നു ഓരോ വർഷവും. ഇവർക്കൊക്കെ ഒരു 3000 രൂപയുടെ ഒരു പെൻഡ്രൈവ് വാങ്ങാനാണ് ബുദ്ധിമുട്ട്. ഞാനതിലേക്ക് വരാം. അതായത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നു. ഞാൻ പഠിച്ചിട്ട് പോകുന്നു. ഈ പഠിച്ചിട്ട് പോയി ഷൂട്ട് ചെയ്യുന്നത് എനിക്കൊരു കൃത്യമായ ഒരു ട്രാക്കുണ്ട്. അത് എങ്ങനെയാണ് ഫൈനലി വരേണ്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷോട്ടുകൾ ഞാൻ എടുക്കുന്നത് അവിടെ എന്താണ് എൻ്റെ വോയിസ് ഓവർ എന്ന് അവിടെ പറയേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ട് ആ ഷോട്ടുകൾ എടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇത്രയും സെൻറ്റൻസ് പറഞ്ഞ് തീരാൻ വേണ്ടത്ര വിഷ്വൽസ് ഞാൻ അവിടെ എടുത്തിരിക്കും. എനിക്ക് പറയാനുള്ള കഥയും ചരിത്രവും മുഴുവൻ പറയാനുള്ള അത്രയും വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്തെടുത്തോണ്ട് പോരും. അത് ചിലപ്പോൾ 10-20 എപ്പിസോഡിനുള്ളത് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഒരു യാത്ര കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യുമ്പോൾ ഇതേ കഥ എൻ്റെ മനസ്സിലുണ്ട്. ആ കഥ പറയാനുള്ള ലെങ്ത് വെച്ചിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ഓരോ സീനും തീർത്ത് പോകുന്നത്. ഈ എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ കഥ വീണ്ടും എഡിറ്റ് ചെയ്തതിൻ്റെ മുകളിൽ അങ്ങ് പറയും, എൻ്റെ വോയിസ് ഓവറായിട്ട് പൈലറ്റ് ട്രാക്ക് പോലെ. ആ പൈലറ്റ് ട്രാക്ക് കേട്ട് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അത് എഴുതി പേപ്പറിലാക്കും. അതിൽ കുറച്ച് ചില സ്ഥലങ്ങളൊക്കെ എനിക്ക് വിവരമില്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പം റെഡ് സ്ക്വയറിലെ ഷോട്ടൊക്കെ കാണിക്കുന്ന ഇടയ്ക്ക് കുറച്ച് സ്ഥലം ഞാൻ സ്പേസ് ഇടും. ഈ റെഡ് സ്ക്വയർ എന്നാണ് റെഡ് സ്ക്വയറായി മാറിയത്, അതിൻ്റെ ഉൽപ്പത്തിയുടെ ഒരു ചരിത്രം, അതിവിടെ ഇത്ര സെൻറ്റൻസിൽ അവിടെ ഒന്ന് പറഞ്ഞേക്കണം എന്ന് പറയും. അപ്പോൾ അത് റിസർച്ച് ചെയ്യാനുള്ള ടീം ഈ സ്ക്രിപ്റ്റ് റൈറ്റർ ഉൾപ്പെടെയുള്ളത് ചെയ്യും. അങ്ങനെ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുക, എൻ്റെ ശബ്ദമാണ് ഇതിൽ കിടക്കുന്നത്. നിങ്ങൾ സ്റ്റുഡിയോയിൽ വന്നാൽ ആദ്യം കേൾക്കുന്ന മുഴുവൻ സഞ്ചാരം എൻ്റെ ശബ്ദത്തിലുള്ള. അത് ഞാൻ ഈയിടെ ആളുകൾക്ക് ഇതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡായിട്ട് യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന എൻ്റെ ശബ്ദത്തിൽ ഞാൻ ഇവർക്ക് പൈലറ്റ് ട്രാക്ക് കൊടുത്ത സാധനം അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ ശബ്ദത്തിൽ പൈലറ്റ് ട്രാക്കായിട്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതാനും റെക്കോർഡ് ചെയ്യാനും എങ്ങനെയാണോ അവർക്ക് എൻ്റെ ഡെസ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്, ആ സാധനം അതുപടി ഞാൻ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. മൊറോക്കോയുടെ ഫസ്റ്റ് എപ്പിസോഡായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇവർ എഴുതുക കഴിഞ്ഞേ. ഈ വോയിസ് ഓവർ കൊടുക്കുന്നയാൾ ഈ പറഞ്ഞ ഒന്നും കാണുന്നില്ല. അയാൾക്ക് എഴുതിയ സ്ക്രിപ്റ്റും കൊണ്ട് വന്നിട്ട് ഒന്നെങ്കിൽ അയാളുടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷേ അനീഷ് മരങ്ങാട്ടുള്ളി സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് ചെയ്യുന്നത്. അയാൾ കോട്ടയംകാരനായതുകൊണ്ട് അങ്ങേര് വന്ന് ഇത് വായിച്ചിട്ട് പോവുക ചെയ്യുന്നത്. അയാൾ വിഷ്വൽ കാണുന്നേ ഇല്ല. അയാൾ വിഷ്വൽ കാണുന്നത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. വിഷ്വൽ കാണേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലത്ത് വിഷ്വൽ കണ്ടിട്ടല്ല വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ എഡിറ്റിലെ പിള്ളേരുണ്ട്, അവരാണ് ഇതിനെ കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന ട്രാക്ക് അവിടെ കിടപ്പുണ്ട്, പൈലറ്റ് ട്രാക്ക്. അതിൽ എൻ്റെ ശബ്ദത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അനീഷിൻ്റെ ശബ്ദം അങ്ങോട്ട് വെക്കും. അതാണ് എൻ്റെ. പിന്നെ ഫൈനൽ മിക്സിങ്, മ്യൂസിക്കോ അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സോ അല്ലെങ്കിൽ ആംബിയൻ സൗണ്ടോ ഒക്കെ കയറേണ്ടടുത്ത് അത് കൊടുത്ത് ഞാൻ തന്നെയാണ് ഫൈനൽ ഫിനിഷ് ചെയ്യുന്നത്.